നമസ്കാരം. തൃപ്പൂണിത്തുറയിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം നടന്ന പടക്ക ശേഖരണശാല പ്രവർത്തിച്ചിരുന്നത് അനുമതിയില്ലാതെയെന്ന് അഗ്നിരക്ഷാസേന. സ്ഫോടനത്തിൽ 2 വാഹനങ്ങൾ കത്തിനശിക്കുകയും സമീപത്തെ 25ഓളം വീടുകൾക്ക് ഗുരുതരമായ കേടുപാടുകൾ പറ്റുകയും ചെയ്തിട്ടുണ്ട്. വീടുകൾ തിങ്ങി നിറഞ്ഞ ഇത്തരം മേഖലകളിൽ പടക്കക്കടയോ പടക്ക നിർമ്മാണശാലകളോ പടക്ക ശേഖരണശാലകളോ പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് നിയമം. ഇത് തൃപ്പൂണിത്തുറ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വ്യക്തമാക്കുന്നുമുണ്ട്. സ്ഫോടനം നടന്ന സ്ഥലത്തിന് 1/2 കിലോമീറ്റർ അകലെയാണ് അഗ്നിരക്ഷാസേനയുടെ ഓഫീസുള്ളത്. സ്ഫോടന ശബ്ദം കേട്ടയുടൻ ഉദ്യോഗസ്ഥരുമായി സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയായിരുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്കാണ് വണ്ടി പോയത്. സംഭവ സ്ഥലത്തെത്തുമ്പോൾ തീ സമീപത്തെ കടകളിലേക്കും പടർന്ന അവസ്ഥയിലായിരുന്നു. പടക്കശേഖരണശാല ഇവിടെ പ്രവർത്തിക്കുന്നതായി അറിയില്ലായിരുന്നു എന്നും അനുമതിയില്ലാതെയാണ് ഇത് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നും അഗ്നിരക്ഷാസേന വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പടക്കപ്പുരയ്ക്ക് അനുമതിക്കായി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും പോലീസ് അനുമതി നൽകിയിരുന്നില്ല എന്നും വിവരമുണ്ട്. സ്ഫോടനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ചെറിയ പരിക്കുകളോടെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൂടുതൽ പേർ ചികിത്സയ്ക്ക് എത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സംഭവം നടന്നയുടൻ ചികിത്സയ്ക്കെത്തിച്ചവരിൽ ഗുരുതരമായി പരിക്കേറ്റ 5 പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മറ്റുള്ളവരെ എറണാകുളം ജനറൽ ആശുപത്രി, കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുതിയകാവ് ക്ഷേത്രോത്സവത്തിനായി എത്തിച്ച പടക്കത്തിന് തീപിടിച്ചാണ് സ്ഫോടനമുണ്ടായത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സ്ഫോടനം നടന്നത്. പാലക്കാട് നിന്നും ഉത്സവാവശ്യത്തിനു വേണ്ടി കൊണ്ടുവന്ന പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത്. ടെമ്പോ ട്രാവലറിൽ നിന്ന് പടക്കങ്ങൾ ഇറക്കി അടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. പടക്കക്കട പൂർണ്ണമായും കത്തി തകർന്നു. 2 വാഹനങ്ങൾ കത്തി നശിച്ചു. സമീപത്തെ 25ഓളം വീടുകൾക്ക് ഗുരുതരമായ കേടുപാടുകൾ പറ്റി. 6ഓളം വീടുകളുടെ മേൽക്കൂര തകർന്നു. ഒരു വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്.